അന്ന് മൈത്രേയനായിട്ട് ആ ഇന്റർവ്യൂ നടന്നു. ഇത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു കാര്യം പറഞ്ഞു ഒരു എന്നുള്ളത് പറഞ്ഞു. അറിവായിരിക്കാം. കാരണം ഇന്റർവ്യൂവിൽ അപ്ലോഡ് ചെയ്ത ഇന്റർവ്യൂവിന്റെ ഭാഗമല്ല അത്. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഒന്നിച്ചിരുന്നു. അപ്പം മൈത്രേയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം സ്വാഭാവികമായിട്ട് ഒരു പ്രൈവസിയിൽ സംസാരിച്ചു. പിന്നെ മൈത്രേയന്റെ പ്രൈവസി എന്ന് പറഞ്ഞാൽ അത് വെറും പ്രൈവസി മാത്രമല്ല, പബ്ലിക്കും കൂടിയാണ്. കാരണം മൈത്രേയൻ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. ആ വിഷയത്തില് സത്യസന്ധനാണ്. മൈത്രേയനോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ നമ്മളെല്ലാരും ഉണ്ട് ഇവിടെ. മൈത്രേയൻ എങ്ങനെയാണ് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത്, ഒരു ദൈവമില്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ആരോ ഒന്ന് ചോദിച്ചു. അപ്പോൾ മൈത്രേയൻ പറഞ്ഞത്, നിങ്ങള് കൊതുകിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കൊതുകിനെ ഇപ്പൊ എന്തിനായിരിക്കും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു. അതിനൊരു മീനിങ്ങും ഇല്ലല്ലോ, ഒരു അർത്ഥവും ഇല്ലല്ലോ. കൊതുകിനെ ഇപ്പൊ എന്താ കൊതുക് കൊണ്ടുള്ള ഉപകാരം? അതിനിങ്ങനെ തല്ലി കൊല്ലുക എന്നല്ലാതെ. അപ്പൊ ഇതാണ് മൂപ്പരെ നിരീശ്വരവാദത്തിലേക്ക് നയിച്ചത് എന്നാണ് മൂപ്പർ പറയണത്. അപ്പോൾ ആ സമയത്ത് ഉടനടി എന്റെ മനസ്സിലേക്ക് വന്ന ഖുർആനിലെ ഒരു വചനമുണ്ട്. അത് കൊതുകുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ ഒരു വചനം. എത്ര എക്സാക്റ്റ് ആണ്, എത്ര സ്പഷ്ടമാണ്. വളരെ കൃത്യമായി നമുക്ക് ചില സമയത്ത് ഖുർആൻ അങ്ങനെ തോന്നും. അതെ. ഇത് ഈ സാഹചര്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങിയതാണ് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു ഗ്രന്ഥത്തിൽ, ഈ ഒരു ആയത്തിൽ വളരെ കൃത്യമായി ഇത്ര ആളുകളെ കുറിച്ച് പറയാൻ, തീർച്ചയായും അള്ളാഹു ലജ്ജിക്കുകയില്ല. ഒരു ഉപമ പറയാൻ, ആ ഉപമ കൊതുകിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ വലുത്, അതായത് അതിനേക്കാൾ ചെറിയ എന്തെങ്കിലും വസ്തുവിനെ കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് ഉപമ പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്നാൽ അവിശ്വസിച്ചവരായ ആളുകൾ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കേൾക്കുമ്പോ അവര് കൊതുകിനെ കുറിച്ച് ഉപമേ, എന്താ അതിനെക്കൊണ്ട് കാര്യം എന്ന് വിചാരിക്കും. കൊതുകിനെ എന്താ കൊതുകിനോട് ഇപ്പൊ ഉദ്ദേശിക്കുന്നേ? അതെ. അതുകൊണ്ട് ഇപ്പൊ എന്ത് കാര്യമുള്ളത് എന്നൊരു ചോദ്യമായിരിക്കും അവരുടെ അടുത്ത് അതെ. വരികയെന്നുള്ളത്. ഈ സത്യനിഷേധികളിൽ നിന്ന് വരുന്ന ചോദ്യം അതായിരിക്കും. എന്നാൽ വിശ്വസിച്ചവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിലാക്കും ഇത് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള, അവരുടെ റബ്ബിൽ നിന്നുള്ള ഒരു ഹക്കാണ്, ഒരു സത്യമാണ് എന്ന് മനസ്സിലാക്കും എന്ന് പറയുന്നത്. അപ്പൊ മൈത്രേയനെ നിരീശ്വരവാദിയാക്കിയത് ഒരു കൊതുകാണ്. കൊതുക് മീനിങ്ലെസ് ആണ്. കൊതുകിന് അതിൻ്റെതായ ദൗത്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഫുഡ് ചെയിനിലാണെങ്കിലും ബാക്കിയുള്ള ഇതിപ്പോ സംഭവങ്ങളിലാണെങ്കിലും. 21-ാം നൂറ്റാണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു 15-16 നൂറ്റാണ്ടിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പല ജീവികളും എന്തിനാണെന്ന് അറിയില്ല. നമ്മൾ നമുക്ക് എന്താണ് ജീവിയുടെ ഈ ലോകത്ത് ദൗത്യം എന്ന് അറിയാം. ഫുഡ് ചെയിൻ ഉണ്ട് എന്ന് പോലും, അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇത്ര മനോഹരമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് റെലവൻസ് ഇതാണെന്നുള്ളതും അറിയാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ജീവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം എന്താണ് ഈ ജീവിയുടെ പ്രസക്തി, ഈ ജീവിയെ എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം ബാലിശമാണോ ആ വാദം.